ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ തരംഗമായി തന്നെ മാറിയിരിക്കുകയാണ്. ഏതു പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ആർക്കും തന്നെ ഒരു സംശയവുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം നരേന്ദ്രമോദി തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ ഭരിക്കുമെന്നുള്ളത് എല്ലാ സർവേയും ഒരുപോലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായി മാറിയിരിക്കുന്നു. ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി, LDF പാർട്ടി ഉൾപ്പെടുന്ന ആ സഖ്യം തരിപ്പണമാകും എന്നുള്ള തരത്തിൽ തന്നെയാണ് മിക്ക പോൾ സർവേകളും സൂചിപ്പിക്കുന്നത്. അതായത് 100-ൽ ഒതുങ്ങാം, അതുപോലെ തന്നെ ചിലപ്പോൾ 150, 100-നുള്ളിൽ തന്നെ നിൽക്കാം എന്നുള്ള തരത്തിലുള്ള സർവേ റിസൾട്ടുകൾ തന്നെയാണ് പലതും പുറത്തു വരുന്നത്. അതേസമയം BJP NDA സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ പോൾ സർവേയിലും കൊടുത്തിരിക്കുന്ന ഒരേപോലെ തന്നെ 350+ ആണ്. അതും 370, 380, 390+, 400 അടുപ്പിച്ചിട്ടുള്ള സീറ്റുകൾ അവർക്ക് ലഭിക്കാം എന്നുള്ള തരത്തിലാണ് ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടിൽ പോലും പറയുന്നത്. അതായത് അവർ 400 കടന്നാലും അതിൽ ഞെട്ടാനില്ല എന്നതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ഒട്ടാകെ ഒരു BJP തരംഗം തന്നെ 2024 ഇലക്ഷൻ കഴിയുമ്പോഴും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മോദി തന്നെയാണ് ആ ഒരു തരംഗത്തിന് കാരണമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട. അപ്പോൾ അതിനിടയിൽ കേരളത്തിലെ കാര്യം, കാരണം എല്ലാ ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളും, അതായത് ഇലക്ഷന് മുന്നേ തന്നെ ഫൈനൽ ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ അവർ പുറത്തുവിട്ടിരുന്നു. അതായത് വലിയ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഒപ്പീനിയൻ പോൾ സർവേ ഫലങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അതിൽ തന്നെ പറയുന്ന കാര്യം, ഇന്ത്യ ഒട്ടാകെയുള്ള ആ ഒരു ഇത് നോക്കുമ്പോഴത്തേക്കും BJP തന്നെയാണ് ഏറ്റവും വലിയ സീറ്റുകൾ നേടുന്ന പാർട്ടിയായിട്ട് മാറാൻ പോകുന്നത്. NDA തന്നെയാണ് ഏറ്റവും വലിയ ഒരു തരംഗമുണ്ടാക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് കേരളത്തിൽ വരുമ്പോഴത്തേക്കും സർവേ പോളുകളിലെല്ലാം പറയുന്നത്. ഇവിടെ UDF ആ ഒരു തരത്തിൽ കഴിഞ്ഞ തവണത്തെ ആ ഒരു തരംഗം ഉണ്ടാകത്തില്ല എന്നും സീറ്റുകളുടെ കാര്യത്തിൽ അവർ മുന്നിൽ നിൽക്കുമെന്നും, പക്ഷേ കഴിഞ്ഞ തവണത്തെ ആ ഒരു ക്ലീൻ ആയിട്ടുള്ള ആ ഒരു 19 സീറ്റുകൾ അല്ലെങ്കിൽ 20 സീറ്റുകൾ ആ ഒരു തരത്തിലൊന്നും അവർക്ക് നേടാൻ സാധിക്കത്തില്ല. 15-ന് താഴെ പോകാം, ചിലപ്പോൾ 11, 10, 14 ആ ഒരു തരത്തിലായിരിക്കാം ചിലപ്പോൾ ഇവിടെ സീറ്റുകൾ ലഭിക്കുക UDFന്. അതുപോലെ തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം LDFന് വലിയൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് LDFന് കഴിഞ്ഞ തവണ കിട്ടിയ ഒരു സീറ്റ് മാത്രമായിരുന്നു. ആ സീറ്റ് മെച്ചപ്പെടുത്താനായിട്ട് LDFന് ചിലപ്പോൾ സാധിച്ചെന്ന് വരും. അത് ചിലപ്പോൾ 5, 4, ചിലപ്പോൾ 7 വരെ പോകാം എന്നുള്ള തരത്തിൽ തന്നെയാണ്. BJPയുടെ കാര്യത്തിൽ തന്നെയാണ് ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം മിക്ക സർവേകളും, അതായത് ഇപ്പോൾ വന്ന ദേശീയ മാധ്യമങ്ങളുടെ പല സർവേകളും നോക്കുമ്പോഴത്തേക്കും മിക്കതിലും പറയുന്നത് BJP ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ്. അതായത് ചിലപ്പോൾ 1 സീറ്റായിരിക്കാം, 2 സീറ്റായിരിക്കാം, 3 സീറ്റായിരിക്കാം എന്നുള്ള തരത്തിൽ തന്നെയാണ് ആ കണക്കുകൾ പോകുന്നത്. ചിലപ്പോൾ 0 മുതൽ 1 വരെ സീറ്റുകൾ വരെ പ്രവചിച്ചതായിട്ടുണ്ട്. അതായത് BJPക്ക് ഇത്തവണ അക്കൗണ്ട് ലഭിക്കാം എന്നുള്ള തരത്തിൽ, അതായത് 1 സീറ്റ്, 2 സീറ്റ്, 3 സീറ്റ് എന്നുള്ള കണക്കിൽ തന്നെയാണ് ആ ഒരു ഇത് ദേശീയ മാധ്യമങ്ങളുടെ ആ ഒരു പോൾ സർവേ റിസൾട്ടുകൾ വന്നിരിക്കുന്നത്. BJP അക്കൗണ്ട് തുറക്കും എന്ന് തന്നെയാണ് പല സർവേകളും പറയുന്നതും കേരളത്തിൽ ഇത്തവണ. അത് മാത്രമല്ല, വോട്ട് ശതമാനം മാക്സിമം BJPക്ക് ഇത്തവണ ഉയർത്താൻ സാധിക്കുമെന്നതും ആ ഒരു പോൾ സർവേയിൽ പറയുന്നുണ്ട്. അതിൽ തന്നെ BJP എവിടെയായിരിക്കും അക്കൗണ്ട് തുറക്കുന്നത് എന്ന ആ ഒരു കാര്യം, അത് തീർച്ചയായിട്ടും പറയുന്ന ആ ഒരു സീറ്റ് അല്ലെങ്കിൽ 2 സീറ്റ് ആ ഒരു കണക്ക് പറയുന്നത് BJP തൃശ്ശൂരിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ആ ഒരു കണക്ക് തന്നെയാണ് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ തൃശ്ശൂർ തന്നെയായിരിക്കും BJP ആ ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ള തലത്തിൽ തന്നെയാണ് ആ ഒരു മിക്ക സർവേയും സൂചിപ്പിക്കുന്നത്. തൃശ്ശൂരിൽ BJPക്ക് വളരെയേറെ ചാൻസ് ആണെന്നാണ് ആ ഒരു സർവേ ബലത്തിൽ തന്നെ മിക്കതിലും പറയുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ കാര്യം, ഈ 2 സ്ഥലത്തും വളരെ ടൈറ്റ് ആയിട്ടുള്ള ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് ആ ഒരു ട്വിസ്റ്റ് നിലനിർത്തിക്കൊണ്ടുള്ള ആ ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം വിജയിക്കുന്നത് ആര് തന്നെ ആയാലും ഭൂരിപക്ഷം വളരെ കുറവ് തന്നെയാണ്. കാരണം തൃശ്ശൂരിലായാൽ പോലും ഇപ്പോൾ അവിടെ ജയിക്കുന്നത് സുരേഷ് ഗോപി ആയാലും ഇനി UDF ആയാലും LDF ആയാലും ഭൂരിപക്ഷം നന്നേ കുറവായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടുത്തെ ഒരു ജയം എന്ന് പറയുന്നത് ഒരു അട്ടിമറി ജയം തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തായാലും വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ ഒരു വിജയം അത് കൈവരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനായാലും തരൂരായാലും ഇനി അവിടെ ആ ഒരു തരത്തിൽ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുകയും ആ ഭൂരിപക്ഷം നന്നേ കുറയാനുമായിട്ടുള്ള ചാൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ 2 സ്ഥലം തന്നെയാണ് BJPക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത്. ഈ 2 സ്ഥലം തന്നെയാണ് ഈ ഒപ്പീനിയൻ പോൾ സർവേകളിലെല്ലാം തന്നെ BJPക്ക് ജയസാധ്യതയുള്ള സ്ഥലങ്ങളെന്നും അവർ ആ സീറ്റുകൾ കൊടുക്കുന്ന ആ സ്ഥലങ്ങളെന്നും പറയുന്നത്. എന്തായാലും ഈ വന്ന പോൾ സർവേ റിസൾട്ടുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും BJP ഇത്തവണ കേരളത്തിൽ ഒരു അട്ടിമറി വിജയം നേടാനായിട്ടുള്ള സാധ്യതകളാണ് ആ ഒരു പോൾ സർവേ റിസൾട്ടുകളിലെല്ലാം തന്നെ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട
മിക്ക സർവേ റിസൾട്ടുകളിലും കാണപ്പെടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റായാലും BJP ഇവിടെ നേടിക്കഴിഞ്ഞാൽ അത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തൃശ്ശൂർ തന്നെ ആയാൽ തന്നെയും സുരേഷ് ഗോപി തന്നെ ആയാൽ തന്നെയും അതൊരു വലിയ തരംഗമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി ജയിച്ചു വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ കാര്യമായാലും രാജീവ് ചന്ദ്രശേഖർ ആയാലും സുരേഷ് ഗോപി ആയാലും ഈ രണ്ട് വ്യക്തികളായാൽ തന്നെയും വലിയൊരു മാറ്റമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇത്തവണ BJP 6 മണ്ഡലങ്ങൾ തന്നെയാണ് ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് മത്സരിക്കുന്നത്. 6 മണ്ഡലങ്ങളിലും ഒരു കടുത്ത മത്സരം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ തിരുവനന്തപുരം, തൃശ്ശൂർ അല്ലാതെ തന്നെ ഉള്ള സ്ഥലങ്ങളിൽ എന്തായാലും വലിയൊരു വോട്ട് ഷെയർ ഉയർത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബാക്കി സ്ഥലങ്ങളിൽ ഒരു അട്ടിമറി നേടാനായിട്ട് BJPക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.